എല്ലാ കൂട്ടുകാർക്കും ബീനാസ് ഈസി ഈറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ പുതിയ റെസിപ്പി കണ്ടു നോക്കിയാലോ. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ. വളരെ ഈസി ആയിട്ട് മേക്ക് ചെയ്യാവുന്ന എഗ്ഗും ബ്രെഡും അവക്കാഡോയും യൂസ് ചെയ്ത് ഉണ്ടാക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് ജോലിക്ക് പോകുന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഈ അവക്കാഡോ എഗ്ഗ് ടോസ്റ്റ് ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം ഒരു അവക്കാഡോ എടുത്തിട്ട് അതിനെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ അവക്കാഡോ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള കുരു നമ്മൾ എടുത്ത് മാറ്റുക. കണ്ടോ, ഇതിനകത്ത് കുരുവുണ്ട്. ആ കുരു നമ്മൾ എടുത്ത് മാറ്റണം. കുരു കളയുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കത്തി ഉപയോഗിച്ച് സാധാരണ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഇളകി വരുന്നതാണ്. ഇത് പക്ഷെ ശരിക്കും വന്നില്ല എനിക്ക്. അത് കൈ കൊണ്ട് എടുത്ത് മാറ്റുക. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സൈഡ് വൈസ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതുപോലെ തിരിച്ചും ഒന്ന് വരഞ്ഞു കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കത് ഈസി ആയിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒരു സ്പൂൺ യൂസ് ചെയ്ത് നമുക്കത് എടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും വേസ്റ്റ് ആകാതെ എല്ലാം നമുക്കത് ഫുൾ അവക്കാഡോയുടെ പൾപ്പ് നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഒരു ഫുൾ അവക്കാഡോയാണ് ഈ റെസിപ്പി ഉണ്ടാക്കാനായി യൂസ് ചെയ്യുന്നത്. മറ്റേ സൈഡിൽ നമുക്ക് പൾപ്പ് നമുക്ക് എടുക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്കതിനെ നന്നായിട്ട് സ്മാഷ് ചെയ്യാം. നന്നായി സ്മാഷ് ചെയ്തതിന് ശേഷം അല്പം ഉപ്പും പിന്നെ ഒരു മുറി നാരങ്ങ നീരും ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്കതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കണ്ടല്ലോ, നല്ലതായിട്ട് സ്മാഷ് ചെയ്ത് ഉപ്പും നാരങ്ങ നീരും ചേർത്ത് നമുക്ക് വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അല്പം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 മുട്ട ഉണ്ടാക്കിയെടുക്കണം. അല്പം ഒലിവ് ഓയിൽ, ഒരു 1/2 ടീസ്പൂൺ മതിയേ. 1/2 ടീസ്പൂണ് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുക. അത് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് ഞാൻ ബുൾസേ പോലെയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, 2 മുട്ട ഒഴിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ചിലവർക്ക് ഉണ്ണി പൊട്ടിക്കുന്നത് ഇഷ്ടമില്ല, ചിലവർക്ക് അത് പൊട്ടിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ എപ്പോഴും ചെറുതായിട്ടൊന്ന് പൊട്ടിക്കും. എന്നിട്ട് അല്പം ഉപ്പും കുരുമുളക് പൊടി ഇടാം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും. അത് കഴിഞ്ഞ് ഒരു സൈഡ് ചെറുതായി വെന്ത് കഴിയുമ്പോൾ നമുക്കതിനെ ഒന്ന് തിരിച്ചിടണം. തിരിച്ചിടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാതെ, ചിലവർക്കുണ്ടല്ലോ ബുൾസെ അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഞങ്ങൾക്കിവിടെ ഒന്ന് തിരിച്ചിടുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് തിരിച്ചിട്ടു. ഇനി 2 സൈഡും ഇപ്പോൾ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബ്രെഡ് പീസസ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സെയിം പാനിലേക്ക് നമുക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. അല്പം മതിയേ, ഒരു ടീസ്പൂൺ എന്ന് പറയാം. ആ ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് 2 ബ്രെഡിൻ്റെ പീസസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ടോസ്റ്റ് ആയി കഴിഞ്ഞ് നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ആ സൈഡ് നല്ലതായിട്ട് ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡും അതുപോലെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ബട്ടർ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു ഇച്ചിരി ബട്ടർ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മറ്റേ സൈഡ് നല്ലതായിട്ടൊന്ന് ടോസ്റ്റായി വരാനായിട്ട്. ഓക്കെ, നമ്മുടെ ബ്രെഡ് നന്നായിട്ട് ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഈ സാൻഡ്വിച്ച് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു കഷ്ണം ബ്രെഡിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ അവക്കാഡോയുടെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമ്മളത് ബ്രെഡിൽ മുഴുവനുമായി വരുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളുണ്ടാക്കിയ 2 മുട്ടയുണ്ടല്ലോ, ആ 2 മുട്ട ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അവക്കാഡോയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത പീസ് ബ്രെഡും നമ്മളെടുത്ത് അതിലും അല്പം അവക്കാഡോ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട്
അതിൻ്റെ മുകളിലേക്ക് വെക്കുക. കണ്ടോ, സാൻഡ്വിച്ച് റെഡിയായി. ഇങ്ങനെയാണ് എഗ്ഗ് അവക്കാഡോ ടോസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. 2 സാൻഡ്വിച്ച് ഞാൻ അത്രയും അവക്കാഡോ മിക്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, നന്നായിട്ട് എൻജോയ് ചെയ്യുക. നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.